മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശരണ്യെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ അലീന ചോദിക്കുന്നുണ്ട്, എടി ഞാൻ 2 ദിവസം തിരക്ക് കാരണം വരാത്തത് കൊണ്ടും വിളിക്കാത്തത് കൊണ്ടും നീ എന്നെ ഇങ്ങനെ മറന്നുപോയെന്ന് കരുതിയോ? സങ്കടത്തോടു കൂടി തന്നെ ശരണ്യ പറയണേ, എനിക്കറിയില്ല ചേച്ചി, ചേച്ചി ഒന്ന് അങ്ങോട്ടേക്ക് ഫോൺ വിളിക്കാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല. അതിൻ്റെയൊക്കെ വലിയ വിഷമം എനിക്കുണ്ടായിരുന്നു. ഈ വീട്ടുകാർ എൻ്റെ ഫോൺ വരെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയും. സാരമില്ലടി, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ദേ ഞാനിപ്പോൾ വന്നില്ലേന്ന് അലീന മറുപടി നൽകി. ശരണ്യയുടെ ഉള്ളിലെ വിഷമം അങ്ങ് അണപൊട്ടി ഒഴുകുകയാണ്. ചേച്ചിക്ക് കാര്യം മനസ്സിലാവും, പക്ഷേ ഓരോരുത്തർ വന്ന് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടി എന്നോട് ആ രീതിയിൽ പെരുമാറുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. എന്നെ ഒന്നും മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്ന ചിന്ത വരുമ്പോൾ എന്തെങ്കിലും കടങ്ങ് ചെയ്താലോ എന്നുവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജീവിക്കാൻ പോലും മടുപ്പായി. ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല ആശ്വാസമായിരുന്നു. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായിട്ടാണ് മനസ്സിലൊരു സമാധാനവുമില്ല. അലീന ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അതിനുള്ള മറുപടി ഞാൻ നേരത്തെ തന്നതാണല്ലോ. ഈ രാഷ്ട്രീയക്കാരും വനിതാ സംഘടനക്കാരൊക്കെ വന്ന് അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പ്രലോഭിപ്പിക്കാൻ അവർ പലതും പറയും. പക്ഷേ അതൊന്നും നടക്കണമെന്നില്ല. നിന്റെ അച്ഛനെയും അമ്മയെയും അവർ പറഞ്ഞ് കയ്യിലെടുത്തിരിക്കുകയാണ്. മിന്നതല്ല പൊന്നല്ല എന്ന് അവർക്ക് വൈകാതെ തന്നെ മനസ്സിലായിക്കോളും. ഈ പറയുന്നവരൊന്നും ഒന്നും തന്നെ തരാനും ചെയ്യാനും പോകുന്നില്ല. അവർക്ക് വോട്ട് കിട്ടാനും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും വേണ്ടിയുള്ള വെറും ഒരു വേഷം കെട്ടലുകൾ മാത്രമാണിത്. ഇതിലൊന്നും നീ പോയി വീഴരുത്. എപ്പോഴും വേണ്ടത് ആത്മവിശ്വാസമാണ്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. അലീനയുടെ വാക്ക് കേട്ടപ്പോൾ ശരണ്യയുടെ കണ്ണിൽ ഒരു തിളക്കം വന്നു. ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ്. പണ്ട് ഡോക്ടർ ആവണമെന്നൊക്കെ ഞാൻ ഒരുപാട് കൊതിച്ചതാ. അതിനിപ്പോൾ എന്താ മോളെ, നിനക്കിപ്പോഴും പഠിക്കാമല്ലോ എന്ന് അലീന ചോദിച്ചു. പക്ഷേ ഇനി എന്നെക്കൊണ്ട് അതിനൊക്കെ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല ചേച്ചി. പുസ്തകമെടുത്താൽ ഒന്നും അങ്ങ് തലയിലേക്ക് കയറുന്നില്ല. ഒരു കോൺസെൻട്രേഷനും ഒന്നിനും കിട്ടുന്നില്ല. അതൊക്കെ ശരിയാവും. നിനക്കിവിടെ ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നിന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാം. അതാകുമ്പോൾ ഈ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും മാറി നിൽക്കാമല്ലോ. നീ പേടിക്കണ്ട, നിനക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റും. നിന്റെ അലീന ചേച്ചിയല്ലേ പറയുന്നത്? ചേച്ചി കൂടെയുണ്ടെങ്കിൽ എനിക്കുറപ്പാണ് എനിക്ക് കര കയറാൻ പറ്റുമെന്ന്. പക്ഷേ ചേച്ചി എൻ്റെ കൂടെ വേണം. ഈ വീട്ടിലുള്ളവരെ എനിക്കൊട്ടും തന്നെ വിശ്വാസമില്ല. ധൈര്യമായിട്ടിരിക്കുമ്പോളെ, നിന്റെ കൂടെ ഞാനുണ്ട്. ഇടയ്ക്ക് ഞാൻ നിന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞ് അലീന അവളെ ആശ്വസിപ്പിച്ചു. നീ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ലത അങ്ങോട്ടേക്ക് ഭക്ഷണം കൊണ്ടുവന്നു. ശരണ്യ കഴിക്കാൻ മടിച്ചപ്പോൾ അലീന തന്നെ മുൻകൈയെടുത്ത് അവൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. ആ കാഴ്ച കണ്ട ലതക്ക് ഒന്ന് മനസ്സിലായി. അലീന വന്നാൽ മാത്രമേ തൻ്റെ മകളുടെ മുഖത്ത് ഈ ഒരു സന്തോഷവും പ്രസന്നതയൊക്കെ കാണത്തുള്ളൂ എന്ന്. 2 ദിവസമായി പട്ടിണിയിലായിരുന്ന പെണ്ണിനെ അലീന എത്ര വേഗമാണ് മാറ്റിയെടുത്തത്. അലീന പോവാറായപ്പോൾ അച്ഛൻ പ്രഭാകരൻ ലതയെ മാറ്റി നിർത്തി ഉപദേശിച്ചു. അവൾ ജീവിതത്തിലേക്ക് പിച്ച വെച്ച് വരികയാണ്. ഈ സമയത്ത് അവളെ വേദനിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത്. ഇനി അവളെ സങ്കടപ്പെടുത്തിയാൽ അതിൻ്റെ ദോഷം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ മോളെ നിങ്ങൾ വേണമെങ്കിൽ അവളുടെ സന്തോഷത്തിന് വിട്ടേക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അവളുടെ തലയിൽ അടിച്ചേൽപ്പിക്കരുത്. അവൾക്കിനിയും സമയമുണ്ട്. അവൾ പഠിക്കട്ടെ, നല്ലൊരു ജോലി കിട്ടട്ടെ. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ സാധാരണ ഒരു പെൺകുട്ടിയാണ്. ആ ബോധം ആദ്യം ഉണ്ടാക്കേണ്ടത് വീട്ടിലാണ്. അച്ഛനും അമ്മയും കൊടുക്കുന്ന ആ ഒരു കരുതൽ മറ്റാരും നൽകില്ല. അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മോളെ നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അലീന പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവർക്ക് തോന്നിയെങ്കിലും ഓരോരുത്തർ വന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവുന്നു എന്ന് അവർ പറഞ്ഞു. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. മോളുടെ ഭാവി മാത്രം നോക്കിയാൽ മതിയെന്ന് അലീന ഉറപ്പിച്ചു പറഞ്ഞു. അലീനയും മനുവും കൂടി ഇറങ്ങി കാറിനടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഷാജി അങ്ങോട്ടേക്ക് ഓട്ടോയുമായി വരുന്നത്. ഷാജിക്ക് മനുവിനെ കണ്ടപ്പോൾ അത്ര അങ്ങ് പിടിച്ചില്ല. തൻ്റെ ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മനുവിൻ്റെ കൂടെ പോകുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ ചെറിയൊരു നീരസം തോന്നി. അലീന മനുവിനെ ഷാജിയെ പരിചയപ്പെടുത്തി കൊടുത്തു. മനുവേട്ടാ, ഇതാണ് ഷാജി. അന്ന് എൻ്റെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ച സമയത്ത് എന്നെ സഹായിച്ചതും ചേട്ടൻ്റെ പെങ്ങളുടെ ഉടുപ്പൊക്കെ എനിക്ക് തന്നതൊക്കെ ഇദ്ദേഹമാണ്. ഷാജി പരിഹാസത്തോടെ ചോദിച്ചു. ഓ, പോകുവാണോ? കടമ തീർക്കാൻ വന്നതായിരിക്കുമല്ലേ എന്ന്. അതെന്താ ഷാജി ചേട്ടാ അങ്ങനെ പറയുന്നത് എന്ന് അലീന ചോദിച്ചു. അല്ല, ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഷാജി തിരിച്ചടിച്ചു. ഞാൻ മുൻപ് വന്നപ്പോൾ എന്നെ അകത്ത് കയറ്റിയില്ല ഷാജിയേട്ടാ. ശരണ്യെ കാണാൻ പോലും സമ്മതിച്ചില്ല. പിന്നെ തിരക്കുകൾക്കിടയിൽ പെട്ടുപോയി എന്ന് അലീന സമാധാനിപ്പിക്കാൻ നോക്കി. നിങ്ങൾ ഉദ്ദേശിച്ച ആളെ പുറത്തിറക്കിയല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ വരണ്ടല്ലോ എന്ന് കരുതി കാണുമെന്ന് ഷാജി പറഞ്ഞപ്പോൾ അലീന പറഞ്ഞു. രോഹിത് പുറത്തിറങ്ങിയെങ്കിലും അവൻ ആകെ തകർന്നിരിക്കുകയാണ്. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ സംഘത്തിൽ പെട്ടുപോയതാണ്. അവൻ നിരപരാധിയാണെന്ന് ഷാജി ചേട്ടന് എത്രത്തോളം മനസ്സിലാകുമെന്നൊന്നും എനിക്കറിയില്ല. ഷാജിയും മനുവും പരസ്പരം ഒന്ന് നോക്കി. ഷാജിക്ക് മനുവിനെ കണ്ടപ്പോൾ തന്നെ കഞ്ഞിൽ പാറ്റയിടാൻ വന്നതാണോ ഇവനെന്നൊക്കെ തോന്നലുണ്ടായി. തിരികെ പോകുന്ന വഴി തന്നെ മനു ചോദിച്ചു. അല്ല, ഈ ഓട്ടോക്കാരൻ ഷാജിക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൂടുന്നില്ലേ എന്ന്. അതെന്താ മനുവേട്ട അങ്ങനെ ചോദിച്ചത്? അയാളുടെ സംസാരം എനിക്കൊട്ടും പിടിച്ചില്ല എന്ന് മനു പറഞ്ഞു. ഷാജി ചേട്ടനൊരു പാവമാണ് മനുവേട്ട.
ഓർഫണേജിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ പൈസ കുറച്ച് അയാൾ വാങ്ങിക്കാറുള്ളൂ. അയാളുടെ അമ്മയും പെങ്ങളൊക്കെ നല്ല ആളുകളാണെന്നൊക്കെ അലീന വിശദീകരിച്ചു. നിനക്ക് പിന്നെ എല്ലാവരും നല്ലതാണല്ലോ എന്ന് മനു പിറുപിറുത്തു. വണ്ടി ഒതുക്കി നിർത്തിക്കൊണ്ട് മനു അലീനയോട് കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. നിന്നെ കണ്ടതിൽ പിന്നെ എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനു പറഞ്ഞു. അതെന്താ മനുവേട്ടാ എന്ന് അലീന ചോദിച്ചപ്പോൾ നിന്നെ എപ്പോഴും ഇങ്ങനെ കാണാൻ തോന്നുന്നു. അത് എൻ്റെ പ്രശ്നമാണ് എന്നും മനു തുറന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയ്ക്കൊരു നാണം വന്നു. മനുവിന് തന്നെ ഇഷ്ടമാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. നമ്മൾ ആരാണ് എന്നൊക്കെ മനുവേട്ടൻ ഒന്ന് ചിന്തിക്കണം. അത്തരം ചിന്തകളൊക്കെ മനസ്സിൽ നിന്നും കളയുന്നത് നല്ലതാണ് എന്ന് അലീന പറഞ്ഞപ്പോൾ മനുവിന് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. അപ്പോൾ അതൊക്കെ നിന്റെ മനസ്സിലിരിപ്പാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ മനു ദേഷ്യപ്പെട്ടപ്പോൾ അലീനക്ക് ആകെ സങ്കടമായി. താൻ അയാളെ വേദനിപ്പിച്ചോ എന്നൊരു പേടി അവൾക്കുണ്ടായി. തിരികെ പോരുമ്പോൾ മനു അധികമൊന്നും തന്നെ സംസാരിച്ചില്ല. അലീന സോറി പറഞ്ഞു. മനുവേട്ടൻ്റെ മനസ്സ് വേദനിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആളല്ലേ മനുവേട്ടൻ എന്ന് ചോദിച്ച് അവൾ വീട്ടിലെത്തിയപ്പോൾ ബബിത കോളേജ് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാവരും പഴയതൊക്കെ മറന്നുകൊണ്ട് തന്നെ നന്നായിട്ട് പെരുമാറുന്നുണ്ട് എന്നൊക്കെ അവൾ പറഞ്ഞു. നന്നായി പഠിക്കണം, പഴയ പാഠങ്ങളൊക്കെ പഠിച്ചു തീർക്കണമെന്നൊക്കെ അലീന അവളെ ഉപദേശിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വൈജയന്തിക്ക് അതത്രങ്ങ് സുഖിച്ചില്ല. വൈജയന്തിയുടെ മുഖത്തെ ആ ഒരു ഇരുട്ടും കെട്ട ചിരിയും കണ്ടപ്പോൾ തന്നെ അലീനയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ബബിതയെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നത് വൈജയന്തിക്ക് ഒരിക്കലും തന്നെ സഹിക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. മനുവേട്ടൻ ദേഷ്യപ്പെട്ടു പോയതിൻ്റെ സങ്കടം ഉള്ളിൽ നിൽക്കുമ്പോഴാണ് അടുത്ത പ്രശ്നത്തിൻ്റെ തുടക്കം. വൈജയന്തി പതുക്കെ ബബിതയുടെ അടുത്തേക്ക് വന്ന് പരിഹാസത്തോട് ചോദിച്ചു, എന്താ പഠിച്ച് വലിയ ആളാവാൻ പോവാണോ എന്ന്? നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കുമ്പോൾ കിട്ടാത്ത എന്ത് ആത്മവിശ്വാസമാണ് ഈ അലീന നിനക്ക് തരാൻ പോകുന്നത്? ആ വാക്ക് കേട്ടപ്പോൾ ബബിതയുടെ കണ്ണ് നിറഞ്ഞു. പക്ഷേ അലീന വിട്ടുകൊടുത്തില്ല. വൈജയന്തി അമ്മേ, മാഡം, ഒരാൾ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുമ്പോൾ തളർത്തുന്നത് അത്ര നല്ല കാര്യമല്ല. ബബിതയ്ക്ക് അവരുടെ തെറ്റുകളെല്ലാം മനസ്സിലായി. ഇനി അവൾക്ക് വേണ്ടത് നമ്മുടെ പിന്തുണ മാത്രമാണ്. അലീനയുടെ ഉറച്ച ശബ്ദം കേട്ടപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം അങ്ങ് ഇരട്ടിച്ചു. നീയൊക്കെ വലിയ ഉപദേശികളാണല്ലോ, ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോയി. അന്ന് രാത്രി മനുവിനെ ഫോണിൽ കിട്ടാൻ വേണ്ടിയിട്ട് അനിലിനെ പലവട്ടം ശ്രമിച്ചു. പക്ഷേ മനു ഫോൺ എടുത്തില്ല. പിറ്റേന്ന് രാവിലെ തന്നെ മനു അലീനയുടെ വീട്ടിലേക്കെത്തി. മുഖത്ത് പഴയ ദേഷ്യമൊന്നും തന്നെ ഇല്ലായിരുന്നു. അലീന, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ വേഗത നിന്നെ ബുദ്ധിമുട്ടിച്ചുവെങ്കിൽ എനിക്ക് മാപ്പ്. പക്ഷേ എൻ്റെ ഇഷ്ടം അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. മനുവിൻ്റെ വാക്കുകൾ അലീനയെ ശരിക്കും അങ്ങ് സ്പർശിച്ചു. അതിനിടയിൽ ശരണ്യയുടെ വീട്ടിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. ശരണ്യ അച്ഛനോടും അമ്മയോടൊക്കെ മനസ്സ് തുറന്ന് സംസാരിച്ചുവെന്നും അവർ അവളെ ഹോസ്റ്റലിലേക്ക് വിട്ടു പഠിപ്പിക്കാൻ തയ്യാറായി എന്ന വാർത്തയൊക്കെ അലീനയെ ഒരുപാടധികം സന്തോഷിപ്പിച്ചു. ഷാജി ചേട്ടൻ പോലും പിന്നീട് അലീനയെ വിളിച്ച് തൻ്റെ പെരുമാറ്റത്തിൽ ക്ഷമ ചോദിച്ചു. നല്ലത് ചെയ്യാൻ ഇറങ്ങുന്നവർക്ക് എന്നും തടസ്സങ്ങൾ ഉണ്ടാവും മോളെ, നീ മുന്നോട്ട് പോയിക്കോ. ഷാജിയുടെ ഈ വാക്കുകൾ അലീനയ്ക്ക് വലിയൊരു ഊർജ്ജമായി മാറി. വൈജയന്തിയുടെ ഓരോ കുതന്ത്രങ്ങളും സ്നേഹവും സത്യവും കൊണ്ട് തന്നെ നേരിടാൻ അലീനയും മനുവും തയ്യാറെടുത്തു. ജീവിതത്തിലെ വലിയൊരു കാർമേഘം ഒഴിഞ്ഞുപോയ ആശ്വാസത്തിൽ അലീനയും ബബിതയും മനുവൊക്കെ പുതിയൊരു പുലരിക്കായി കാത്തിരുന്നു. സ്നേഹത്തിന് മുൻപിൽ എല്ലാ വിദ്വേഷങ്ങളും അലിഞ്ഞു പോകുമെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിക്കുന്ന അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.